എനിക്ക് സർബത്ത് ഒരുപാട് ഇഷ്ടമായി അങ്കിൾ. എനിക്ക് ലിച്ചി സർബത്താ കിട്ടിയേ. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്കിൾ, ലീച്ചി കൊടുക്കുന്ന അങ്കിൾ, ഇങ്ങോട്ട് വെടിവെക്ക്. എനിക്ക് ലീച്ചിയുടെ ശർബത്ത് കുടിക്കണം. ലല്ലൻ അങ്കിൾ, ഇങ്ങോട്ടൊന്ന് ഫയർ ചെയ്യുന്നേ. എനിക്ക് അങ്കിൾ വയ്ക്കുന്ന ജ്യൂസ് ഒരുപാട് ഇഷ്ടമാ. ഇതെന്തൊക്കെയായി സംഭവിക്കുന്നേ? നമ്മളെ ഒന്നിനും കൊള്ളാത്തവന്മാരാക്കിയല്ലോ. പണ്ട് ആൾക്കാരെ വെടിവെച്ചു കൊണ്ടിരുന്ന നമ്മളിപ്പോ പിള്ളേരെ സർബത്ത് കുടിപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കരിയറൊക്കെ തീർന്നു ബോസേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വെടിവെക്കില്ല. ഞാൻ എന്റെ തോക്ക് ഉപേക്ഷിക്കുകയാണ്. ബോസേ, ആ തോക്ക് പൊട്ടി. ഓക്കെ, ആകാശത്തേക്ക് വെടിവെച്ച് നോക്കാം. വീർ, ജിൻടു ഇതെവിടെ പോയി? അവനെ കാണുന്നില്ലല്ലോ. അവൻ ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. ജിൻടു, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വെടിവെക്കാം. എയിം, ഫയർ. മാഗ്നെറ്റിക് വാൾ ഓൺ. മാഗ്നെറ്റിക് വാൾ ഓൺ. മാഗ്നെറ്റ്സ് ഓൺ. മാഗ്നെറ്റ്സ് ഓൺ. ലല്ലൻ സർ, ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളെപ്പോലൊരു മഹാനായ മാന്ത്രികൻ എന്നെ സാറെന്ന് വിളിക്കുന്നു. അയ്യോ, എനിക്ക് നിങ്ങളുടെ കാല് തൊടാനുള്ള യോഗ്യത പോലുമില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഇന്നത്തോടെ ഞങ്ങൾ തെറ്റായ ജോലികളെല്ലാം ഉപേക്ഷിച്ചേക്കാം. സത്യസന്ധതയോടെ ജീവിച്ചോളാം സാറേ. അധ്വാനിച്ച് ജോലി ചെയ്തോളാം. നിങ്ങൾ കാര്യമായിട്ട് പറയാണോ? സത്യമായിട്ടും ഇനി തെറ്റായ ജോലികളൊന്നും ചെയ്യില്ല. ഇത് ഈ ലല്ലന്റെ വാക്കാണ്. ഇനി എനിക്ക് തോക്കിന്റെ ആവശ്യമില്ല. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാനെന്താ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നേ? വീർ, സോറി, ഞാൻ എല്ലാം മറന്നുപോയതാ. എന്താ ചെയ്യേണ്ടെന്ന് പറ. ഒന്നും ചെയ്യണ്ട, ഇപ്പൊ വീട്ടിൽ പോവാം. അതെ ലല്ലൻ ചേട്ടാ, ഇവർക്ക് ഇത്രയും നേരം കൊടുത്ത സർവത്തിനെല്ലാം കൂടി എത്ര രൂപയായി? കാശൊന്നും എനിക്ക് വേണ്ട അപ്പൂപ്പ. ഞാനിപ്പോ അധ്വാനിച്ച് നല്ലോണം കാശുണ്ടാക്കുന്നുണ്ട്. ആ കാശ് കൊണ്ടാ കുട്ടികൾക്ക് സർബത്ത് കൊടുക്കുന്നത്, മിഠായി കൊടുക്കുന്നത്. അത് കാരണം എനിക്ക് വളരെ സന്തോഷവും കിട്ടുന്നുണ്ട്. ഇവിടത്തെ എല്ലാ കണക്ഷൻ വയറുകളും കത്തിപ്പോയല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അല്ല, ഇവനെന്താ പേടിക്കാത്തത്? ബാക്കിയുള്ളവർക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. ഇവനെന്താ ഇങ്ങനെ? ഇവന്റെ മുഖത്ത് യാതൊരു റിയാക്ഷനും കാണുന്നില്ലല്ലോ. വീർ പേടിക്കാറില്ല. ഇവൻ ഭയങ്കര ധൈര്യശാലിയാ. റോഡിന് നടുക്കൊരു ട്രക്ക് പഞ്ചറായി കിടപ്പുണ്ട്. എല്ലാവരും നന്നായിട്ട് പിടിച്ചിരുന്നോടാം. വണ്ടി ഇടിക്കാൻ പോവാണ്. നമ്മളെ രക്ഷപ്പെട്ടേ. മുകളിലുള്ളവനാ രക്ഷിച്ചത്. എല്ലാവരും സമാധാനത്തോടെ ഇരുന്നോ. കുറച്ച് കഴിയുമ്പോ ഇതിന്റെ പെട്രോൾ അങ്ങ് തീരും. അപ്പ വണ്ടി താനെ നിന്നോളും. എന്താ ഇത്? ഇതിന്റെ സ്റ്റിയറിംഗും ജാമായി പോയല്ലോ. കുറച്ച് കഴിയുമ്പോ ഒരു വലിയ വളവുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യും? വീർ, മുന്നിൽ ഒരു വളവ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ജാം ആയിരിക്കുകയാണ്.
എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഓക്കേ അപ്പൂപ്പ. അല്ല, ഇതേതാ ഈ പയ്യൻ? മുകളിലുള്ളവൻ അയച്ച മാലാഖിയായിരിക്കും. അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നത് കണ്ടില്ലേ? നാട്ടിലോട്ടോ സിറ്റിയിലോട്ടോ? ഗ്രേറ്റ്. നിനക്കത് ശരിക്കും ചെയ്യാൻ സാധിക്കുമോ? നിനക്കെന്നെ സിറ്റിയിലേക്ക് അയക്കാൻ കഴിയുമോ? എന്നാ പിന്നെ താനെനിക്ക് ഒരു കാറും ക്രെഡിറ്റ് കാർഡും ഈ 2 സാധനങ്ങൾ കൂടി ഒപ്പിച്ചു തരാമോ? ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. കാറിന്റെയും ക്രെഡിറ്റ് കാർഡിന്റെയും കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ നിന്നെ എനിക്ക് കാലുമടക്കി തൊഴിക്കാൻ അറിയാം. നീ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കുകയില്ല. നിനക്ക് ഇത്ര ധൈര്യമോ? എന്ത്, നീ എന്നെ തൊഴിക്കുമെന്നോ? നിന്നെ ഞാൻ എന്റെ കൈകൾക്കിടയിൽ വെച്ച് ഞെരിക്കാൻ പോവാ. ഇന്ന് നിന്റെ തലയും വാലും ഉടലുമെല്ലാം വലിച്ചു കീറി എന്റെ വീട്ടിൽ കെട്ടിത്തൂക്കാൻ പോവുകയാ. മനസ്സിലായോ? ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? അപ്പൂപ്പൻ പറഞ്ഞായിരുന്നു ആ മരുന്നിന്റെ ശക്തി തീരുമ്പോ നീ വീണ്ടും പഴയതുപോലെ മാറുമെന്ന്. മരുന്നിന്റെ ശക്തി തീർന്നു എന്ന് എനിക്ക് തോന്നുന്നേ. ഈ ടൈഗർ എന്തിനാ എന്റെ നേരെ ഇങ്ങനെ ചാടിക്കൊണ്ട് വരുന്നത്? ഓടിക്കോ ചിലപ്പോൾ, അല്ലെങ്കിൽ ആ ടൈഗർ നിന്നെ തിന്നും. എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അയ്യോ, എന്റെ കാൽ ഉറഞ്ഞു പോയി. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇത് കൊള്ളാവല്ലോ. ഒരുത്തനവൻ സ്വയം രാജാവാണെന്ന് പറയുന്നു. രണ്ടാമത്തവനോ കുരങ്ങന്മാരെ പോലെ ചാടി ചാടി പോകുന്നു. താൻ ഇവിടുത്തെ പുതിയ രാജാവാണെന്ന് പറയുന്നത് കേട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഗൊറില്ല ഗ്രൂപ്പ് നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് രാജാവാകുവാനുള്ള യോഗ്യതയുണ്ടോ എന്ന് അറിയുവാനായി നിങ്ങളുടെ ശക്തി ഒന്ന് പരിശോധിക്കണം. ഗൊറില്ല ഗ്രൂപ്പ് മുഴുവൻ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നു. എന്ത് ശക്തി, എന്ത് രാജാവ്! വീറോടിക്കോ, എനിക്ക് രാജാവൊന്നും ആവണ്ടേ. ഇന്നാ ഇത് നീട്ടോ, ഒന്ന് വേഗം എടുത്തുൾപ്പോൾ. നീ എന്തായി ഉണ്ടാക്കിയിരിക്കുന്നത്? ചുൾബുൾ ഒന്ന് സമ്മതിക്കേ, ചടാങ്കളെ രക്ഷിക്കണ്ടേ. ഇംലി, നീ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഞാനും വരുന്നു വീർ. ഓക്കെ, വരൂ. ഇതെന്തൊക്കെയായി സംഭവിക്കുന്നേ? മമ്മി, വീർ, ഞാൻ മിസ്റ്റർ ചട്ടയുടെ പുറകെ ഒരുപാട് ദൂരം പോയിട്ട് വരിക. അല്ല, ഈ വീർ ഇതെങ്ങോട്ടാ പോകുന്നേ? മമ്മി, 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 വീരത്തെ ആകാശത്തുകൂടെ പറക്കുന്നു. ഓ, ഈ വണ്ടിയെ കൊണ്ട് തോറ്റു. ഇവൻ ഒരിക്കലും നന്നാവില്ല. ഇവനൊരു പണി കൊടുത്തേ പറ്റൂ. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ കിടന്ന് ചലിക്കുന്നെ? മമ്മി, വീർ ആകാശത്തുകൂടെ പറക്കായിരുന്നു. നമസ്കാരം ആന്റി. നമസ്കാരം മോനെ. വീർ പറന്നുപോയെങ്കിൽ ഈ നിന്ന് നമസ്കാരം പറയുന്നത് അവന്റെ പ്രേതമാണ്. വന്ന് 100 തവണ ചെവി നുള്ളിക്കൊണ്ടേ തുടങ്ങും. സത്യം, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട. മമ്മി, നീ ഉണ്ടാക്കിയ സാധനം കൊള്ളാമല്ലോ. ഞാനിപ്പോ സൈക്കിളാണോ അതോ പ്ലെയിൻ ആണോ? ആരെങ്കിലും ഈ വഴി ബലൂണിന് തൂങ്ങി പോകുന്നത് കണ്ടായിരുന്നോ? അങ്ങോട്ടാണ് പോയത്. അല്ല, ഈ കഴുതകൾ എന്ന് തൊട്ടാ പറക്കാൻ തുടങ്ങിയത്? എനിക്ക് കണ്ടിട്ട് ചിരി വരുന്നു. മിണ്ടാതിരിക്കെ, അതിലെന്താ എത്ര ചിരിക്കാനുള്ളേ? ഞാൻ കാലുമടക്കി തൊഴിക്കണ്ടെങ്കിൽ ഇവിടെ നോടിക്കോ. അങ്കിൾ പേടിക്കണ്ട, അങ്കിളിന് ഒന്നും സംഭവിക്കില്ല. ഞാൻ ദേ എത്തിപ്പോയി. ഇത്ര
ഇത്രയും നേരം എനിക്ക് അത്ര പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീ ഇപ്പൊ വന്നപ്പോ എനിക്ക് കൂടുതൽ പേടി വരാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്യാ? എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുക? വേണ്ട! അയ്യോ, പരുത്തിക്കൊണ്ടാണല്ലോ വരുന്നത്. രക്ഷിക്കണേ! വീർ, വീർ, നീ എങ്ങനെയാ ഇതൊക്കെ ചെയ്തത്? എനിക്കിതൊന്നും വിശ്വസിക്കാനേ ആവുന്നില്ല. നീ എങ്ങനെയാ വീർ ഇതൊക്കെ ചെയ്തത്? അങ്കിള് കണ്ടതെല്ലാം മായ്ച്ചു കളാം. അകടം പകടം ആലം പാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. മുകളിൽ നിങ്ങൾ കണ്ടതെല്ലാം മുഴുവനായും മാഞ്ഞു പോകട്ടെ.